2-3 മാസമായി ഗൈസ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. ഇതാണ് ഗൈസ് കാരണം. അപ്പോൾ വെച്ചാൽ ഒരു അറുപതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരാണ് ഗൈസ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കരമനയ്ക്കടുത്തുള്ള TVSന്റെ ഷോറൂമിലാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം Bs6ന്റെ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചേസ് ഇറങ്ങിയാണ്. വേണ്ടപ്പെട്ട ഒരാളിന്, അതായത് നമ്മളെ ചാനൽ കാണുന്നവർക്കറിയാം, നമ്മൾ അർണനും കുറച്ച് പേരൊക്കെ ചേർന്നെടുക്കുന്ന ഒരു Bs6 വണ്ടിയുടെ ചേസിൻ്റെ ഡെലിവറി വ്ളോഗാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ Bs6ന്റെ ഡെലിവറി വ്ളോഗാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വെച്ചാൽ വണ്ടി എല്ലാം സെറ്റായിട്ട് അവിടെ കിടപ്പുണ്ട്. നമ്മുടെ മുകളിലുള്ള ശ്രീരാഗ് ഇവിടെ ഇപ്പുണ്ട്. ഇപ്പോൾ ഫുൾ സെറ്റാണ്. നമ്മൾ അർണൻ്റെ അനി ഇവിടെ നിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർണനും ദോ അവിടെ ഇപ്പുണ്ട്. അപ്പോൾ വെച്ചാൽ അർണനും കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നെടുക്കുന്ന Bs6 വണ്ടിയാണ്. അത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു, Bs6 വണ്ടി ഇപ്പം ബോഡിയൊക്കെ കെട്ടി ഒരുപാട് ഇറങ്ങുന്നുണ്ട്, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പം Bs6 ചേസ് പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചെന്നപ്പോൾ അറണം വിളിച്ചു പറയണം വണ്ടി ഇറങ്ങണം. അങ്ങനെ നമ്മൾ കാണാൻ വന്നതാണ് Bs6ന്റെ വണ്ടി. എല്ലാവരും ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അർണൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഗൈസ്. നമ്മൾ ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ ഡ്രൈവറായിട്ട് തുടങ്ങിയിട്ട് പുള്ളിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് എന്നാണ് വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത്. നമ്മളെ ചേസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചേസ്. ഞാനും Bs6 ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചേസ് ആദ്യമായിട്ടാണ് കാണുന്നത്. മിഷാലിൻ്റെ പുത്തൻ ടയർ കിടക്കുന്നത്, പുതിയ ടയർ കിടപ്പുണ്ട്. അപ്പോൾ വെച്ചാൽ Bs6 ചേസാണ്. നമ്മുടെ ലൈലാൻഡ് ആണ് സാധനം. ഇതാണ് നമ്മളെ ബലൂൺ എയർ ഇവിടെ ഉണ്ട്, ഇതായിരിക്കണം സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചേസ്. നമ്മളെ ബോഡി കെട്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബോഡി കെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ബ്രിട്ടീഷ് എന്നാണ് നമ്മൾ ഇവരുടെ ടീമിൻ്റെ പേര്, ബ്രിട്ടീഷ് ഹോളിഡേയ്സ്. വാച്ചന്മാരെ വെളുത്തിട്ട് പാറിക്കോ, അതാണ് എന്തായാലും വെള്ള കളർ തന്നെ ഇറങ്ങും. അപ്പോൾ വെളുത്തിട്ട് പാറിക്കോ, അത് തന്നെയാണ് ഐറ്റം. ഇപ്പോൾ നമ്മുടെ Bs6 ചേസ് ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് ഫസ്റ്റ് ടൈം ജീവിതത്തിൽ, അതായത് വീഡിയോയിലും വേറെയുള്ള വ്ളോഗിലും അല്ല നമ്മുടെ ഇൻസ്റ്റയിലെ റീൽ അങ്ങനെയൊക്കെ ഐറ്റങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നേരിട്ടാണ് വേറെ ലെവൽ ഐറ്റമാണ് കഴിച്ചത്. ഇന്നൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമാകുക എന്നൊക്കെ പറഞ്ഞ് വേറെ ലെവൽ ഫീലാണ്. എൻ്റെ മോനെ കിടിലൻ സാധനം ചേസ്. ഈ സാധനമൊക്കെ നമ്മൾ മറ്റേ Bs6 നമ്മളെ പഴയ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒക്കെ ബാക്കിൽ ഡിക്കി ഉറക്കുമ്പോൾ ഇങ്ങനെ കണ്ടുള്ളതല്ല, അല്ലാതെ ഇങ്ങനെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മറ്റന്മാരെ നമ്മളെ Bs6 ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചേസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഡീസൽ ടാങ്കാണ്. ഇതാണ് നമ്മുടെ Bs6ലുള്ള പുതുമയുള്ള സാധനം. നമ്മളെ ആട് ബ്ലൂവിൻ്റെ ടാങ്കാണ് കഴിച്ചത്. ഇതാണ് അതിൻ്റെ ഒരു ക്യാബിൻ. നമുക്ക് പിന്നെ കയറി കാണാം. അപ്പോൾ വെച്ചാൽ അർണൻ്റെ സ്വപ്ന സാക്ഷാത്കാരാണ് കഴിച്ചത് ഇവിടെ കാണാൻ പോകുന്നത്. അതായത് ഡ്രൈവറായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം വണ്ടി മൊല്ലാളില്ലേ, അതും Bs6 ഫേഷ്യൽ ചെയ്യാൻ പോയത് ഇതിനെ വേണ്ടിയിട്ട് വെളുത്തൊടുത്തൊക്കെ ഇരിക്കുന്നു. അപ്പോൾ വണ്ടി അവിടെ സെറ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ട്. ബ്രിട്ടീഷ് എന്നാണ് ഇവർ ഈ ഒരു ടീമിന് കൊടുത്തിരിക്കുന്ന പേര്. നമ്മുടെ ലൈലാൻഡ് അവർ അതിൻ്റെ സാധനങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹാരമൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട് വണ്ടി. കുറേ പേര് നമ്മൾ പതുക്കെ പറഞ്ഞില്ലേ കേട്ടുള്ളൂ. കാണുമ്പോൾ സൗണ്ട് വന്നാൽ പോരെ. അപ്പോൾ വെച്ചാൽ സാധനം ഇതാണ്. അപ്പോൾ വെച്ചാൽ പറഞ്ഞില്ല, കഴിഞ്ഞ 2-3 മാസം കൊണ്ട് വീഡിയോ ഇല്ലെന്നൊക്കെ കുറേ പേരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ശാശ്വത പരിഹാരമായിട്ട് നമ്മൾ വന്ന Bs6 വണ്ടിയും കൊണ്ട് വന്നേ. എങ്ങനെയാണെന്നല്ലേ Bs6 പുതിയൊരു തുടക്കം, അത്രേ ഉള്ളൂ. പിന്നെ കുറേ മച്ചന്മാർ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ മെസ്സേജ് അയച്ചായിരുന്നു, എന്തുകൊണ്ടാണ് വ്ളോഗൊന്നും കാണാത്ത. 2-3 മാസമായി കേസ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. ഇതാണ് കേസ് കാരണം. അതിൻ്റെ കാരണം ഇതിപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. എന്താണെന്ന് നമ്മൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേസ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ സാധനം Bs6, അതായത് നമ്മൾ നേരത്തെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം Bs4 ആയിരുന്നിട്ട് ഇപ്പം Bs6 വണ്ടികളൊക്കെ ഇറങ്ങി കുറച്ച് തരംഗമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പ്രകാശിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ Bs6 ഒക്കെ ഇറങ്ങുന്നത് നമ്മൾ ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ തിരുവനന്തപുരത്ത് ഇവിടെ വീടിൻ്റെ നമ്മളെ കരമനയിൽ ഡെലിവറി ആവുന്ന സംഭവമാണ്. ചിലരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്. അർണൻ്റെ ഫോട്ടോഷൂട്ടാണ് കാണുന്നത്. നമ്മുടെ കുറുമ്പനിലെ പവി എന്നുള്ള ചെറുക്കനാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ അവൻ്റെ ക്യാമറയിൽ അവനെ കാണും. അപ്പോൾ മച്ചാന്മാരെ
അതായത് വണ്ടി ഇങ്ങോട്ട് മാറ്റിയിടുകയായിരുന്നു. കാറ് കൊണ്ടുപോകുമ്പോഴാണ് അങ്ങനെ. അപ്പോൾ അച്ഛന്മാർ അറണ റീലെടുക്കുന്നു. ഇവിടെ നടന്നു വരുന്ന റീൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മോന് തിരിച്ച് വീട് നടക്കുന്നു. അപ്പോൾ അച്ഛന്മാർ വണ്ടി ഡെലിവറിയുടെ സമയത്ത് റീലെടുക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങോട്ട് നടക്കുക, ചുമ്മാ ഇങ്ങോട്ട് നടക്കുക, ക്യാമറമാന്മാർ ഇവിടത്തെ വീഡിയോ എടുക്കുക. ഇതാണ് ഐറ്റം. Bs6 yeah man. ഇത്രയും വലിയ ഡീസൽ ടാങ്ക് 300 ലിറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരുമോ. ഇതാണ് നമ്മുടെ ആട് ബ്ലൂവിൻ്റെ സാധനം, ആട് ബ്ലൂ. അപ്പോൾ വെച്ചാൽ അങ്ങനെ വണ്ടി ഡെലിവറി ടൈം അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂവും ഹാരമൊക്കെ ഇട്ട് വണ്ടി സുന്ദര പുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. ക്യാമറ നമ്മളൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ പവി, കുറുമ്പലിലെ പവി. അപ്പോൾ ഏകദേശം സെറ്റായി, എല്ലാവരും സെറ്റായിട്ടുണ്ട്. നമ്മുടെ താക്കോല് കൊടുക്കുന്ന ചടങ്ങാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ മച്ചാന്മാരെ ഈ ഒരു സാധനം ഇതാണ് മൊമെന്റ്. ഇതാണ് മൊമെന്റ് എത്തിയിട്ടുണ്ട്. താക്കോല് കൊടുക്കുന്ന ചടങ്ങാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ താക്കോല് കൊടുക്കുന്ന ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. നമ്മളെ പയ്യന്മാരെല്ലാവരും നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛന്മാർ ഈ കാണുന്നതാണ് മൂവ്മെന്റ്. നമ്മുടെ ഡെലിവറി വ്ളോഗാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സിന്റെ Bs6 ചേസിന്റെ സ്വപ്ന സാക്ഷാത്കാരം. അപ്പോൾ അച്ഛന്മാർ ഐശ്വര്യമായിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്ലീസ് പക്ഷേ സൈലൻസറൊക്കെ ഇവിടെ താഴെയാണ് കേട്ടോ. യാ മോനെ വേറെ ലെവൽ. അപ്പോൾ വെച്ചാൽ ഇതാണ് സംഭവം. ലൈലാൻഡ് ചേസാണ്. അതിപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് താക്കോൽ കൊടുക്കുന്ന ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇനി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോവാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് ഡീസലൊക്കെ അടിച്ച് ഇങ്ങനെ ഷെഡിൽ കൊണ്ടിട്ടിട്ട് നേരെ ബാംഗ്ലൂർ. ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് വണ്ടി പ്രകാശിൻ്റെ ബോഡിയൊക്കെ കെട്ടി വരും. ഇങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ പ്ലാൻ. എല്ലാ ടയറിൻ്റെ അടിയിൽ നാരങ്ങ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന്മാരെ വണ്ടി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. മോനെ സൈലൻ്റ് ആയിട്ട് പോകണം. ലൈലാൻഡിൻ്റെ ചേസാണ്. വെളിയിൽ നിർത്തേ, നമ്മൾ വണ്ടി എടുത്തുണ്ടോ? ഇവിടെ നിർത്ത്, നമ്മൾ ബൈക്ക് എടുത്തുണ്ടോ? ബൈക്ക്. കോച്ചന്മാർ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഇറങ്ങി പോകുന്നു. നമ്മൾ പിറകെ വണ്ടി എടുത്തുകൊണ്ട് ചെറിയ ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി ബൈക്കിൽ പോകും. കുറച്ച് ദൂരം അങ്ങോട്ട് ഒരു പമ്പുണ്ട്, പമ്പ് വരെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണ് ഒറ്റയ്ക്ക്. മോനെ കോച്ചൻ ബ്രിട്ടീഷ് എന്നാണ് വണ്ടിയുടെ പേര്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കയറി സെറ്റ് ചെയ്യും. കോച്ചന്മാർ നമ്മുടെ കരമന TVSന്റെ ഷോറൂമിൽ നിന്ന് ബ്രിട്ടീഷിൻ്റെ Bs6 ചേസ് വണ്ടി ഇറങ്ങി വരുന്ന വരവാണ് കേസ് നമ്മൾ കാണുന്നത്. സ്ട്രീറ്റാക്കി ഫ്രണ്ടിൽ ഹെൽമെറ്റൊക്കെ വെച്ച് നോക്കിക്കൊണ്ട് സേഫ്റ്റി സ്ലിപ്പിക്കാൻ പറ്റില്ലേ. അപ്പോൾ കോച്ചന്മാർ വണ്ടി വരണുണ്ട്. ഇനി കുറച്ച് ദൂരം ഷോർട്സ് ഒക്കെ എടുത്തിട്ട് വരാം. അച്ഛന്മാരെ നമ്മളിപ്പോൾ ഡെലിവറി വ്ളോഗെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പെട്രോൾ പമ്പിൽ വന്നിരിക്കുകയാണ് ഡീസൽ അടിക്കാൻ പറ്റിയിട്ട്. നമ്മുടെ സ്ത്രീരാഗ് ഇപ്പോഴത്തെ മൂലം ഇവിടെ നിന്ന് കയ്യും കാലും കാണിക്കുന്ന ശേഷം. അപ്പോൾ അച്ഛന്മാരത് ഇതാണ് ആ ഒരു സ്റ്റിയറിംഗ്. കാർ ഓടിക്കുമ്പോൾ ഓടിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഡ്രൈവർമാരൊക്കെ പറഞ്ഞ് കേട്ടുള്ളത്. അപ്പോൾ അച്ഛന്മാർ ഒരു വോൾവോയുടെ ടൈപ്പ് സംഭവമാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ലൈലാൻഡ് ഇവിടെ ഫോണൊക്കെ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം സെറ്റാണ് ഗൈസ്. ഇതിനി 3 മാസം കഴിയുമ്പോൾ സെറ്റായിട്ട് ആ ഫ്രണ്ട് സെറ്റസ്റ്ററൊക്കെ ചെയ്ത് കിട്ടിച്ചായിട്ട് വരും ഗൈസ്. അപ്പോൾ അച്ഛന്മാർ ബ്രിട്ടീഷ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും കയറി ഫോളോ ചെയ്യുക, സബ് ചെയ്യുക. അല്ല, എൻ്റെ ചാനൽ സബ് ചെയ്യുക. അപ്പോൾ അച്ഛന്മാരെ ഇതൊക്കെയാണ് സാധനം. ഇവിടെ നോക്കുമ്പോൾ ചേസ് ഫുള്ളായിട്ടും കാണാൻ പറ്റും. 6 അവിടെ ഡീസൽ അടിക്കാൻ പറഞ്ഞ് വായി നോക്കേണ്ടി നിൽപ്പുണ്ടായി. അപ്പോൾ അച്ഛന്മാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.